ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു വാർഡിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ബി.ജെ.പി? 100% ശുഭപ്രതീക്ഷയോടുകൂടി വിജയപ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ 2ാം വാർഡ് ജനപ്രതിനിധിയാണ് ഞാൻ. നാട്ടിക പഞ്ചായത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് വലപ്പാട് പഞ്ചായത്ത്. അപ്പോൾ ജ്യോതി ചേച്ചിക്ക് പൂർണ്ണമായും 100% സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപി മത്സരിച്ച് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയൊരു പ്രദേശം കൂടിയാണ്. ഒരുപാട് വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് CPM വോട്ടുകളാണ് അദ്ദേഹത്തിന് കൂടുതൽ ലഭിച്ചിരിക്കുന്നത്. ഇത്തവണ ആ ഒരു വോട്ട് ചോർച്ച പരിഹരിക്കാൻ CPM നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, ഒരു കാരുണ്യ പ്രവർത്തകനാണ്. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവതലമുറ കൂടുതലായിട്ടും ഈ സംഘടനയിലേക്ക് ഇറങ്ങി വരുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹമാണ് കാൻഡിഡേറ്റ് എന്ന് അറിഞ്ഞതോടുകൂടി ഒരുപാട് ജനങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒരുപാട് വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നാട്ടിക പഞ്ചായത്തിലെ 9ാം വാർഡിൻ്റെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ശ്രീകുമാർ ആണ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയാണ് അവരുടെ തന്നെയാണ് ഈ ഭരണം ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഭരണം നിലനിർത്താനായിട്ട് അവർ പലപ്പോഴും ശ്രമിക്കുമെങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ വിജയം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കും അതിൻ്റെ കാൻഡിഡേറ്റിനും വലിയൊരു വ്യത്യാസം വരുത്താൻ സാധിക്കും. ജനങ്ങളിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് നാട്ടിക പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ലീഡ് ചെയ്തത് അദ്ദേഹം തന്നെയായിരുന്നു. BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ ഭൂരിഭാഗം ബൂത്തുകളിലും 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു ട്രെൻഡ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലുണ്ടോ BJPക്ക്? തീർച്ചയായിട്ടും ആ ട്രെൻഡ് നിലനിർത്താൻ ഞങ്ങൾക്ക് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടി വരുമെങ്കിൽ പോലും അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ വിഹിതങ്ങളും എല്ലാ പദ്ധതികളും കേരളത്തിലേക്കും തൃശ്ശൂർ ജില്ലയിലേക്കും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനിടയിൽ തന്നെ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണത്തിന് വേണ്ടി തന്നെ കോടികളുടെ തുകയാണ് കേന്ദ്ര വീതമായിട്ട് MP ഫണ്ടിൽ നിന്നും കൂടെ അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം അതേപോലെയുള്ള കയറിയിട്ട് ഇപ്പോൾ ഇത്രയും മാസങ്ങളിലേ ആയിട്ടുള്ളൂ. ഇനി 5 വർഷങ്ങൾ അദ്ദേഹത്തിന് ഭരിക്കാനിരിക്കുന്നു. ഇനി വലിയ വലിയ വ്യത്യാസങ്ങൾ തൃശ്ശൂർ ജില്ലയ്ക്കും കേരളത്തിനും വരാൻ സാധ്യത ഏറെയുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ചേച്ചി, ഇപ്പോൾ ഈ വഖഫ് ബോർഡിന്റെ വിഷയങ്ങൾ ഈ നാട്ടിക മണ്ഡലത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് ജനങ്ങളിടയിൽ ഇപ്പോഴൊരു ഭീതിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 100% ജനങ്ങളും ഇതിനെ ഭീതിയോടുകൂടി തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളായിക്കൊണ്ടിരിക്കെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണുന്ന ഒരു ട്രോള് പോലെ കാണുന്നത്, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വഖഫ് ബോർഡിൻ്റെ ഒരു ബോർഡ് നിങ്ങളുടെ വീടിന് മുന്നിലുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചുകൊണ്ട് വേണം എഴുന്നേൽക്കാൻ എന്നാണ് ഒരു ട്രോളായിട്ട് ഇറങ്ങുന്നത്. അത് പലരുടെയും മനസ്സിലും വലിയൊരു ഭീതിയായിട്ട് കൊണ്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇതിനൊരു പരിഹാരം BJP മാത്രമാണെന്നുള്ളൊരു പ്രതീക്ഷ, അത് ബൂത്ത് തലങ്ങളിൽ തന്നെ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇവിടെ? തീർച്ചയായിട്ടും അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഏകദിന ഉപവാസവും നിരാഹാര സമരങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചാവക്കാട് ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ അതിന് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്രതലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? അംബിക. ഇപ്പോൾ സുരേഷ് ഗോപി മത്സരിച്ച തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു വാർഡിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. ആ ഒരു മുന്നേറ്റം ഇവിടെ BJPക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. കാരണം എന്താണ്? അത് നമുക്ക് പറയാതെ അറിയാലോ. എന്താ വെച്ചാൽ സുരേഷ് ഗോപി വന്നതിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിൽ എത്തണമെങ്കിൽ നമ്മുടെ മെമ്പർ വേണം. അതായത് BJP കാൻഡിഡേറ്റ് ആയിരിക്കണം ആ വാർഡിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ തീർച്ചയായും അവിടേക്ക് നമുക്ക് വികസനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി MP ആയിരുന്നിട്ട് ഈ വാർഡിൽ CPMന്റെയോ കോൺഗ്രസിന്റെയോ ഒരു മെമ്പർ ആണെങ്കിൽ അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ജനങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. കാരണം അവര് BJP കാൻഡിഡേറ്റ് ആണെങ്കിൽ അത് ഗുണം ചെയ്യും. അല്ലാത്തൊരു വോട്ടിന് വേണ്ടി അത് ഇല്ലാതാക്കിയേ ചെയ്യുള്ളൂ. വികസനം ഇല്ലാതാക്കി തീർക്കും. ഇവിടെ BJP വിജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പ്രതീക്ഷ? എന്താണ് ഇത്രത്തോളം? അങ്ങനെ പറഞ്ഞാല് പ്രതീക്ഷയുണ്ട്. ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കഴിഞ്ഞൊരു 4 വർഷത്തിനിടയിൽ? 9ാം വാർഡിൽ വളരെ മോശമായിരുന്നു എന്നാണ് പൊതുവെ അറിയുന്നത്. തീരെ പിന്നെ ഇപ്പോഴത്തെ ആൾക്കും വലിയ സമ്പർക്കം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് LDF കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ UDF-ലാണെങ്കിൽ 5 വർഷം വിനു
ഭരിച്ച വാർഡും കൂടിന് അവിടെ വേണ്ട ഒരു വികസനം ഉണ്ടായിട്ടില്ല എന്ന് പലരും നമ്മളോട് ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നില്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് പോലും വേണ്ട വികസനം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ ചെന്ന് ഓരോ വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ അവരിൽ നിന്നുള്ള പ്രതികരണം. അതുകൊണ്ട് BJP ജയിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്.